സർ, ഇരിക്കൂർ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെ ജലനിധി പദ്ധതി നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സബ്മിഷൻ. സർ, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 9 വർഷമായി 3000-ഓളം ഗുണഭോക്താക്കൾക്ക് ജലനിധി വഴി കുടിവെള്ളം നൽകി വരികയാണ്. ആദ്യകാലത്ത് ഈ പദ്ധതി കാര്യക്ഷമമായിരുന്നു. പക്ഷേ നിലവിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് ഉടലെടുത്തിട്ടുള്ളത്. ജലനിധി കമ്മിറ്റി മാസാമാസം ബിൽ തുക കൃത്യമായി അടയ്ക്കാൻ കഴിയാത്തത് മൂലം പലപ്പോഴും ജലവിതരണം നിർത്തിവെക്കേണ്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കൃത്യമായ ബില്ലടയ്ക്കുന്ന ആളുകൾക്ക് പോലും അതുമൂലം വെള്ളം കിട്ടാത്ത അവസ്ഥ. സർ, ഓണം, റംസാൻ പോലുള്ള ആഘോഷവേളകളിൽ പോലും ജലവിതരണം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതുമൂലം സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകുകയാണ്. കുടിശ്ശിക വ്യാപകമായിരിക്കെ തുടർച്ചയായി ഇരിക്കൂർ പഞ്ചായത്തിൽ മാത്രം പൊതുവായി കണക്ഷൻ വിച്ഛേദിക്കുന്നത് പ്രതിഷേധാർഹമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത് ഇടപെട്ട് അത് പുനഃസ്ഥാപിക്കുന്ന നടപടി എടുത്തിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും 9 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതി ഇപ്പോൾ പല കാരണം കൊണ്ടും വിജയകരമല്ല. ജലനിധി ഈടാക്കുന്ന വാട്ടർ ചാർജും വാട്ടർ അതോറിറ്റി പൊതുവായി ഈടാക്കുന്ന വാട്ടർ ചാർജും തമ്മിൽ വലിയ അന്തരമുണ്ട്. ശരാശരി 10,000 ലിറ്റർ വരെയുള്ള വെള്ളം ഉപയോഗത്തിന് വാട്ടർ അതോറിറ്റി മാസം 144 രൂപ ഈടാക്കുമ്പോൾ ജലനിധിയിൽ 250 രൂപയാണ്. അതുപോലെ BPL കുടുംബങ്ങൾക്ക് സബ്സിഡി സൗകര്യങ്ങൾ ഇല്ല. പതിവായി പൈപ്പ് പൊട്ടൽ മൂലമുണ്ടാകുന്ന അറ്റകുറ്റപ്പണികളും പാഴാകുന്ന വെള്ളത്തിൻ്റെ തുക അടയ്ക്കേണ്ടി വരുന്നതും 6 രൂപ എന്ന നിരക്ക് 16.62 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചതുമൊക്കെ ഈ പദ്ധതി നഷ്ടത്തിലാക്കി. പദ്ധതി ആരംഭിച്ച കാലത്തെ കമ്മിറ്റികളുടെ കാര്യക്ഷമതയും ആവേശവും ഇപ്പോഴില്ലാത്തത് ഗൗരവമായി കാണേണ്ടതാണ്. കമ്മിറ്റികളുടെയോ അധികൃതരുടെയോ വീഴ്ച മൂലം ജനങ്ങൾക്ക് കുടിവെള്ളം മുടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ജലനിധി സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കണം. നിലവിലെ കുടിശ്ശിക പ്രതിസന്ധി പരിഹരിക്കാൻ പലിശയും വിലപ്പലിശയും ഒഴിവാക്കണം. 20% മുതൽ 25% വരെയുള്ള ലീക്കേജ് നഷ്ടം ഇളവായി പരിഗണിക്കണം. വാട്ടർ അതോറിറ്റി കണക്ഷൻ കൊടുക്കുന്ന വിലയ്ക്ക് തന്നെ ജലനിധിക്കും ജലം നൽകാനുള്ള നടപടി വേണം. ജലനിധി കമ്മിറ്റിയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ തയ്യാറാണ്. പഞ്ചായത്തിന് ലഭിക്കുന്ന കുടിവെള്ളത്തിനുള്ള ഫണ്ടും ഗ്രാൻറ്റും അത് കുടിശ്ശിക അടയ്ക്കാനുള്ള പ്രത്യേകമായ അനുമതി നൽകണം. ജലനിധി കാലോചിതമായി പരിഷ്കരിക്കുന്നില്ലെങ്കിൽ ജലജീവൻ മിഷൻ പോലുള്ള വൻ പദ്ധതികളിൽ ഇതിനെ ഉൾപ്പെടുത്തുകയും അതുവരെ വാട്ടർ അതോറിറ്റി നേരിട്ട് ജലവിതരണം നടത്തി പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സജീവ് ജോസഫ് MLA ഉന്നയിച്ച പ്രശ്നം ആ മണ്ഡലത്തിലെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൽ പൊതുവിലുണ്ടായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകബാങ്ക് ധനസഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് ജലനിധി. ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്കീമുകൾക്കും വേണ്ടി ഗുണഭോക്തൃ സമിതികൾ രൂപീകരിക്കുകയും ആകെ നിർമ്മാണ ചെലവിൻ്റെ 10% ഗുണഭോക്തൃ വിഹിതവും 15% ഗ്രാമപഞ്ചായത്ത് വിഹിതവും ആയിട്ടാണ് സംഭരിച്ചു വന്നത് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സ്കീമുകളുടെ തുടർ നടത്തിപ്പിനും പരിപാലനത്തിനും ആവശ്യമായ തുക എത്രയെന്ന് കണക്കാക്കി ആയത് ഗുണഭോക്താക്കളിൽ നിന്നും സമിതി തന്നെ ശേഖരിച്ചാണ് അവരുടെ ഉടമസ്ഥതയിൽ സ്കീമുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. പ്രാദേശികമായി പുതിയ സ്രോതസ്സുകൾ നിർമ്മിച്ചും നിലവിലുള്ള സ്രോതസ്സുകൾ വികസിപ്പിച്ചുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ അത്തരത്തിലുള്ള സ്രോതസ്സുകൾ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളും സമിതികളും കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും മൊത്തമായി കുടിവെള്ളം വാങ്ങി ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്ന തരത്തിലുള്ള ബൾക്ക് വാട്ടർ പദ്ധതിയും ജലനിധിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന വിഷയം ആ പദ്ധതി നടപ്പിലാക്കി നമ്മൾ തുടർന്ന് വന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി MLA സൂചിപ്പിച്ചതുപോലെ കാര്യക്ഷമമല്ലാത്ത അതിൻ്റെ പ്രവർത്തനങ്ങൾ അലംഭാവമായി പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വാട്ടർ അതോറിറ്റി നേരിട്ട് ഗുണഭോക്താക്കൾക്ക് വെള്ളം വിതരണം ചെയ്യുന്നത് 10 കിലോ ലിറ്റർ വരെയുള്ള ഉപഭോക്തന് 140 രൂപ 41 പൈസ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 10 കിലോ ലിറ്റർ മുകളിലുള്ള ഉപയോഗത്തിന് വിവിധ സ്ലാബുകളിലായി വാട്ടർ ചാർജ് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. 50 കിലോ ലിറ്ററിന് മേൽ വരുന്ന ഉപഭോഗത്തിന് കിലോ ലിറ്ററിന് 54 രൂപ 10 പൈസ നിരക്കിലാണ് ഗാർഹിക ഉപഭോക്താക്കൾ നൽകേണ്ടത്. എന്നാൽ ജലനിധി ബൾക്ക് വാട്ടർ സപ്ലൈ സ്കീമിൽ ഒരു നിശ്ചിത പോയിന്റിൽ കേരള വാട്ടർ അതോറിറ്റി വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഗുണഭോക്തൃ സമിതികളിൽ നിന്നും 1 കിലോ ലിറ്ററിന് 16.62 പൈസയാണ് ഈടാക്കുന്നത്. വാട്ടർ അതോറിറ്റി നൽകുന്ന സ്ഥലത്തു നിന്നും വിതരണ ലൈനിലൂടെ ഗുണഭോക്തൃ കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന്
ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഗുണഭോക്തൃ സമിതികളാണ്. അതോടൊപ്പം തുടർ നടത്തിപ്പ് പരിപാലനവും NRW എന്നിവയും സമിതിയാണ് വഹിക്കുന്നത്. ഇത് ഈ കേന്ദ്രാവിഷ്കരണ പദ്ധതി കൊണ്ടുവന്ന സമയം തൊട്ടുള്ള നടപടിക്രമമാണ്. ആ നിലയിലാണ് തുടർന്ന് പോകുന്നത്. പക്ഷേ വ്യാപകമായ കുടിശ്ശിക വന്നു, അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു, കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ആ സമയത്തൊക്കെ MLA ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അത് പരിഗണിച്ചുകൊണ്ട് വീണ്ടും കുടിവെള്ളം കൊടുക്കാനായിട്ടുള്ള നടപടിയൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് തുടർന്ന് പോകാനായിട്ട് കഴിയില്ല. പക്ഷേ ഗവൺമെൻറ് കാണുന്നൊരു കാര്യം, ഈ വാട്ടർ അതോറിറ്റി ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ നൽകുന്ന വെള്ളത്തിൻ്റെ ചാർജും കുടിവെള്ളത്തിന് വേണ്ടി ജലനിധി മുഖാന്തരം കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ചാർജിലും വന്നിട്ടുള്ളൊരു അന്തരമുണ്ട്. ഈ അന്തരം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താം. അക്കാര്യത്തിൽ നമുക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്താം. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ജലനിധി ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്നതിന് ഫ്ലാവ് ഉണ്ടാവണം. ആ തുക കൃത്യമായി അടയ്ക്കാനായിട്ട് കഴിയണം. ഇപ്പോൾ നമ്മൾ മെയിൻ പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ്, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വാട്ടർ അതോറിറ്റി നടത്തിക്കൊണ്ട് പോകണം. മാത്രമല്ല ഏതാണ്ട് 24 രൂപയുടെ മുകളിലാണ് ഒരു കിലോ ലിറ്ററിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത വെള്ളം നമ്മൾ എടുക്കുന്നതിന് ചെലവഴിക്കപ്പെടുന്നത്. 24.42 രൂപ ചെലവഴിക്കുമ്പോൾ 14 രൂപയ്ക്കാണ് 4.1 പൈസയ്ക്കാണ് ഒരു കിലോ ലിറ്ററിന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ്, ജീവനക്കാരുടെ പെൻഷന്, ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ആ തലത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലുള്ള പ്രത്യേക പരിഗണന വെച്ചാണ് ഈ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വാട്ടർ അതോറിറ്റി ബൾക്ക് വാട്ടറായി ജലനിധിക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ ഗാർഹിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വെള്ളത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ആ അന്തരം, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചന നമുക്ക് നടത്താം. അതോടൊപ്പം കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ജലനിധി കമ്മിറ്റികൾ സജീവമായി കൊണ്ടുപോകാനും പഞ്ചായത്തുകൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ആ സ്കീമിൽ ഫ്ലാവ് തിരിച്ച് ഓരോരുത്തരും എടുക്കുന്ന വെള്ളത്തിൻ്റെ തോതിനനുസരിച്ച് തുക ഈടാക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യങ്ങൾ സംസ്ഥാനത്ത് ഉള്ള എല്ലാ പദ്ധതികളും ഏതാണ്ട് 5000-ന് മുകളിൽ പദ്ധതി ജലനിധിക്കുണ്ട്. അതിൽ 24 പദ്ധതിക്ക് മാത്രമാണ് ബൾക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ജലനിധി മേടിക്കുന്നത്. എന്നാൽ കേരളത്തിൽ നല്ല നിലയിൽ പോകുന്ന കമ്മിറ്റികളുണ്ട്, നല്ല വരുമാനമുള്ള കമ്മിറ്റികളുണ്ട്. അവർ തന്നെ നല്ല നിലയിൽ പൈപ്പുകൾ മാറ്റിയിടുന്നു, മോട്ടോർ മാറ്റി സ്ഥാപിക്കുന്നു, നല്ല ക്വാളിറ്റിയുള്ള വെള്ളം നൽകുന്നു. അതൊക്കെയും ചില സ്ഥലങ്ങളിൽ നല്ലവണ്ണം നടക്കുന്നുണ്ട്. അപ്പോൾ കാര്യക്ഷമമായ ഇടപെടൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ പഞ്ചായത്തുകളും ഇതിൻ്റെ ഭരണസമിതിയും നല്ല നിലയിൽ മോണിറ്റർ ചെയ്യാനും ജലനിധിയുടെ തലത്തിലുള്ള പരിശോധനകൾ പൂർത്തീകരിച്ച് സ്ലാവ് തിരിച്ച് കൃത്യത കൂടി വെള്ളം കൊടുക്കുന്ന അളവിനനുസരിച്ച് തുക മേടിക്കുകയും ചെയ്തുകൊണ്ട് ഇത് നേരത്തെ നിശ്ചയിച്ചതുപോലെ അന്തരം ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സ്ഥിതി രൂപപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്.